പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. യാഗധർമ്മങ്ങളിലൊക്കെ വളരെ പാണ്ഡിത്യമുള്ള ഒരു ആളായിരുന്നു ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം വലിയ ധനമൊന്നും സമ്പാദിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യം 2 പശുക്കളായിരുന്നു. നല്ല തടിച്ചു കൊഴുത്ത 2 പശുക്കൾ. അപ്പോൾ ഒരു കള്ളൻ ഈ പശുക്കളെ നോട്ടമിട്ടു. നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള പശുക്കളല്ലേ, കൊണ്ടുപോയി വിറ്റാൽ നല്ല പണം കിട്ടും എന്ന് ഈ കള്ളൻ കണക്ക് കൂട്ടി. എന്നിട്ട് ഇയാൾ ഈ പശുക്കളെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇയാൾ പമ്മി ഈ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് വന്നു. അയാൾ ഒരു കാട്ടുവഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു ഭൂതം ചാടി ഇയാളുടെ മുന്നിൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പം തിന്നും. അപ്പോൾ കള്ളൻ പറഞ്ഞു, എന്നെ തിന്നല്ലേ, ഞാൻ മോഷ്ടിക്കുന്ന 2 പശുക്കളുണ്ട്, വേണമെങ്കിൽ ഈ പശുവിനെ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ ഭൂതം പറഞ്ഞു, എനിക്ക് മൃഗങ്ങളെ തിന്ന് മടുത്തു, അതുകൊണ്ടാണ് ഞാനൊരു മനുഷ്യനെ തിന്നാമെന്ന് പറയുന്നത്. നിങ്ങളീ പോകുന്ന വീട്ടിൽ മനുഷ്യന്മാരുണ്ടോ? അപ്പോൾ ഈ കള്ളൻ പറഞ്ഞുകൊണ്ടുണ്ട്, മനുഷ്യനുണ്ട്, ഒരു ബ്രാഹ്മണനുണ്ട്, അയാളുടേതാണ് ഈ പശുക്കൾ. അപ്പോൾ ഈ ഭൂതം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണനെ ഞാൻ തിന്നോളാം. ഈ ബ്രാഹ്മണരൊക്കെ ആകുമ്പോഴേ നിറയെ പായസമൊക്കെ കുടിച്ച് പച്ചക്കറിയൊക്കെ കഴിച്ച് അവരുടെ മാംസത്തിന് നല്ല രുചിയായിരിക്കും, അതുകൊണ്ട് ഞാൻ അയാളെ തിന്നോളാം, നീ ആ സമയത്ത് പശുക്കളെയും കൊണ്ട് പൊക്കോ. അങ്ങനെ ഇവർ 2 പേരും കൂടി ഈ ബ്രാഹ്മണൻ്റെ വീടിനടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പശുക്കളെയും കൊണ്ടങ്ങ് പോകാം, അത് കഴിഞ്ഞിട്ട് ഭൂതം ചെന്ന് ഈ ബ്രാഹ്മണനെ തിന്നാൽ മതി. അപ്പോൾ ഭൂതം പറഞ്ഞു, വേണ്ട, നീ പശുക്കളെയും കൊണ്ട് പോകുമ്പോൾ പശുക്കൾ ശബ്ദം ഉണ്ടാക്കും, അപ്പോൾ ഈ ബ്രാഹ്മണൻ ഉണരും, അപ്പോൾ എനിക്ക് അയാളെ തിന്നാൻ പറ്റത്തില്ല, അയാൾ ബഹളം വെക്കും, ആൾക്കാർ ഓടിക്കൂടും, അതുകൊണ്ട് നീ ഒന്ന് കാത്തിരിക്കുക, ഞാൻ ആദ്യം അയാളെ തിന്നാം, അയാളെ ഞാൻ തിന്നു കഴിഞ്ഞിട്ട് നിന്നോട് ഒന്ന് പറയാം, അപ്പോൾ നീ പശുക്കളെയും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. കള്ളൻ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾ ഈ ബ്രാഹ്മണനെ പിടിക്കുന്ന സമയത്ത് അയാൾ ബഹളം വെക്കും, അയാളുടെ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളത്, അവർ ബഹളം വെക്കും, നാട്ടുകാർ ഓടിക്കൂടും, പിന്നെ എനിക്ക് ഈ പശുക്കളെയും കൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആദ്യം പശുക്കളെയും കൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി ഈ ബ്രാഹ്മണനെ തിന്നാൽ മതി. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. ആദ്യം പതുക്കെയായിരുന്നു, മരച്ചോട്ടിലൊക്കെ ഇരുന്ന് പതുക്കെ പറഞ്ഞോട്ടുണ്ട്, പിന്നെ ഭയങ്കര വഴക്കായി, 2 പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചീത്തവിളി. അപ്പോൾ ഈ ബ്രാഹ്മണൻ കേട്ടു. അദ്ദേഹം ചെവി ഓർത്തപ്പോൾ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായി. അദ്ദേഹം പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി വീടിൻ്റെ പുറത്ത് വന്നിട്ട് പമ്മി ചെന്ന് നോക്കുമ്പോൾ ഒരു കള്ളനും ഭൂതത്താനും കൂടാണ് വഴക്ക്. ബ്രാഹ്മണൻ നടന്നു വരുന്നത് കള്ളനും കണ്ടു, പിശാചും കണ്ടു. കള്ളൻ ഉടനെ ബ്രാഹ്മണനോട് പറഞ്ഞു, ദാ ഇയാളെ കണ്ടോ, ഇയാൾ താങ്കളെ തിന്നാൻ വന്നാണ്, ഇയാളെ അടുപ്പിക്കരുതേ. അപ്പോൾ ഭൂതം പറഞ്ഞു, ഞാൻ നിന്നെ തിന്നാൻ വന്നാൽ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇവനത്ര പുണ്യവാനൊന്നുമല്ല, ഇവൻ നിങ്ങളുടെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ബ്രാഹ്മണന് ഏകദേശം മനസ്സിലായി. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ കിണ്ടി എടുത്തുകൊണ്ട് വന്ന് കുറച്ച് മന്ത്രം ജപിച്ച് ആ ജലം ഈ ഭൂതത്താൻ്റെ ദേഹത്തേക്ക് തളിച്ചു. അതോടെ ഭൂതം ഇല്ലാതായിപ്പോയി. ഭൂതത്താനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഈ ബ്രാഹ്മണൻ ഉറക്കെ നിലവിളിക്കുകയും അപ്പോൾ അയൽപക്കക്കാരൊക്കെ ഓടിക്കൂടി ഈ കള്ളനെ അടിച്ച് ശരിപ്പെടുത്തുകയും ചെയ്തു.